ഹായ് മക്കളെ, ഫെബിൻ സാറാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8th ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലെങ്ത് എന്നുള്ള ടോപ്പിക്കാണ്, നീളം എന്നുള്ള ടോപ്പിക്കാണ്. നീളം എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു അകലത്തെയാണ് നമ്മൾ ലെങ്ത് അല്ലേ, നീളം എന്ന് പറയുന്നത്. നീളത്തിന് ഒരുപാട് യൂണിറ്റുകളുണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലേ? അതിൽ ഈ രാജ്യം അല്ലെങ്കിൽ ഇന്റർനാഷണലി അന്താരാഷ്ട്രപരമായിട്ട് അംഗീകരിക്കപ്പെട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മീറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ കോമൺ ആയിട്ട് കേട്ടുള്ള യൂണിറ്റ് ആയിരിക്കും. അതിന്റെ ബേസിക് യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റും മീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നീളത്തിന് ഈ ഒരു യൂണിറ്റ് മാത്രമാണോ ഉള്ളത്? അല്ല. ഞാനിവിടെ ഒരാളുടെ ഹൈറ്റ് കാണിക്കുന്നുണ്ട്. ആ ഹൈറ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ മീറ്ററിൽ പറയാം അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീറ്റിൽ പറയാം. ഇത്ര അടി ഉയരമുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. സാധാരണയായിട്ട് നമ്മൾ ഈ ലെങ്ത് അളക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? മീറ്റർ സ്കെയിൽ ആണ് അല്ലെ. മീറ്റർ സ്കെയിൽ നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിലിൽ സാധാരണഗതിയിൽ ഒരു 15 സെന്റിമീറ്റർ വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത യൂണിറ്റ് കിട്ടി നിങ്ങൾക്ക് സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ശരിക്കും ഒരു മീറ്റർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ വരെ ഉണ്ടാവാം അകലം. പക്ഷെ നമുക്ക് അത്രയും കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. ഇനി ടേപ്പ് പോലെ നമുക്ക് ചുരുട്ടിയൊക്കെ കൊണ്ടു നടക്കാം വേണമെങ്കിൽ. അത് നിങ്ങൾ ഈ പണി ചെയ്യുന്ന, മരപ്പണി അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ വാർപ്പണിയൊക്കെ ചെയ്യുന്ന ചേട്ടന്മാരുടെ കയ്യിലൊക്കെ, ഇങ്ങനെയുള്ള പണികൾ ചെയ്യുന്നവരുടെ കയ്യിൽ ഇങ്ങനെ ടേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവരുടെ കയ്യിൽ കാണാൻ പറ്റും അല്ലേ. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഈ മീറ്റർ സ്കെയിലാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം പറയാനുള്ളത്, മീറ്റർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയ അകലത്തെ നമ്മൾ എന്ത് വിളിക്കാം? അതിനാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. മീറ്റർ സ്കെയിൽ വെച്ചിട്ട് തന്നെയല്ല, നമുക്ക് സാധാരണയായിട്ട് ഏതൊരു ഉപകരണം വെച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചുരുങ്ങിയ ആ ഒരു മെഷർമെന്റിനെ, അളവിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഒരു മീറ്റർ സ്കെയിൽ വെച്ച് നിങ്ങൾക്കറിയാം, ഒരു മീറ്റർ സ്കെയിലിൽ ഇപ്പം നിങ്ങൾ 0 എന്നുള്ളൊരു മാർക്കിംഗ് എടുത്താൽ 0 മുതൽ 1 വരെ നിങ്ങൾ നോക്കിയാൽ അത് 1 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി അതിൻ്റെ ഇടയിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കുറേ കുഞ്ഞു വരകൾ കാണാൻ പറ്റും. ഏകദേശം 10 വരകൾ നിങ്ങൾക്ക് എണ്ണുമ്പോൾ കിട്ടും. അതിൻ്റെ ഇടയിൽ ഒരുപാട് കുഞ്ഞു വരകൾ കാണാൻ പറ്റും അല്ലേ. ആ കുഞ്ഞു വരകളിൽ അടുത്തടുത്ത 2 ചെറിയ വരകൾ തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മീറ്റർ സ്കെയിൽ വെച്ച് നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. ആ 1 മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നീളത്തിന് ഞാനിപ്പോൾ 2 യൂണിറ്റുകൾ പറഞ്ഞു അല്ലേ. മീറ്റർ പറഞ്ഞു, സെന്റിമീറ്റർ പറഞ്ഞു. ഇതിലും താഴെയുള്ള അളവുകൾ ഉണ്ടെന്നേ അല്ലെ. മില്ലിമീറ്ററിൽ നമുക്ക് പറയാം അല്ലെ. ഇപ്പൊ തന്നെ മില്ലിമീറ്റർ ഞാൻ പറഞ്ഞു, ഒരു സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മില്ലിമീറ്റർ ആണ്. അതിലും താഴെയുണ്ട് മൈക്രോമീറ്റർ ഉണ്ട്, നാനോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന 5 എണ്ണമാണ് നീളത്തിന്റെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ. ഇനി ഇതിലും വലിയ അളവുകളുണ്ട് കേട്ടോ. ഇതിലും വലിയ അളവെന്ന് വെച്ചാൽ 2 സ്ഥലങ്ങൾ തമ്മിൽ, 2 പ്ലേസുകൾ തമ്മിലുള്ള അകലമൊക്കെ നമ്മൾ പറയുന്നത് എന്തിലായിരിക്കും? കിലോമീറ്ററിലായിരിക്കും. ഇനി വേറൊരെണ്ണമുണ്ട് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ആവറേജ് ഡിസ്റ്റൻസ്. അതെന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ട് കരുതുന്നത്. ഇതുപോലെ തന്നെ ലൈറ്റ് ഇയർ ഉണ്ട്. ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ലൈറ്റ് ഇൻ 1 ഇയർ. അത് ഏകദേശം നമ്മൾ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 9.46 × 10⁻12 കിലോമീറ്ററിന് തുല്യമായിട്ട് വരും ഒരു ലൈറ്റ് ഇയർ, അഥവാ ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ. അടുത്തൊരു യൂണിറ്റ് ആണ് പർസെക് എന്ന് പറയുന്നത്. പർസെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3.26 ലൈറ്റ് ഇയർ അഥവാ പ്രകാശവർഷത്തിന് ഈക്വലന്റ് ആണ്. ഓക്കെ, ഈ പറയുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ പ്രകാശവർഷം, അതുപോലെ തന്നെ പർസെക്. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനറ്റ്സ് തമ്മിലുള്ള അകലമോ, അല്ലെങ്കിൽ 2 ഗാലക്സികൾ തമ്മിലുള്ള അകലമോ, അല്ലെങ്കിൽ ഒരു സ്റ്റാറും പ്ലാനറ്റും, അല്ലെങ്കിൽ 2 സ്റ്റാറുകൾ തമ്മിലുള്ള, നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലമൊക്കെ, അത്രയും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് പറയാനാണ് നമ്മൾ ഈ പറയുന്ന യൂണിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് കൺവേർഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കൺവേർഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 100 സെന്റിമീറ്റർ ആണ്. ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മീറ്റർ ആണ്. ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇതെങ്ങനെ കൺവേർട്ട് ആയി? ഇത് നമ്മൾ വെറുതെ പഠിച്ചു വെക്കുന്ന കാര്യം. ഇതെങ്ങനെ നമുക്ക് ഒരു മീറ്ററിന് നമുക്ക് എങ്ങനെ 100 സെന്റിമീറ്റർ എന്ന് പറയാൻ പറ്റും? അപ്പോൾ ആ കാര്യം നമ്മളൊന്ന് പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു സംഭവം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ മില്ലിമീറ്റർ, അതിനേക്കാളും വലുതാണ് സെന്റിമീറ്റർ, അതിനേക്കാളും വലുതാണ് മീറ്റർ, അതിനേക്കാളും വലുതാണ് കിലോമീറ്റർ. ഇതിനിടയിൽ ഞാൻ കുറച്ച് സംഖ്യകൾ എഴുതിയേക്കണുണ്ടോ? ഇവിടെ ഞാൻ 10 എഴുതാൻ കാരണം ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ ഇടയിൽ ഞാൻ 10 എഴുതിയത്. ഇവിടെ ഞാൻ 100 എഴുതാൻ കാരണം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. ഞാൻ ഇവിടെ 100 എഴുതിയത്. ഇവിടെ ഞാൻ 1000 എഴുതാൻ കാരണം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പോൾ ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? അപ്പോൾ നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. താഴെ ഒരു സാധനം ഇപ്പോൾ എഴുതി കാണിക്കും, ശ്രദ്ധിച്ചോളൂ. കണ്ടോ? എന്താ? വലിയ യൂണിറ്റുകളെ ചെറിയ യൂണിറ്റിലേക്കാണ് മാറ്റണമെങ്കിൽ ഗുണിക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു വലിയ യൂണിറ്റ് കിട്ടി, അതിനെ ചെറുതിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെ ചെയ്യാൻ നമുക്കൊന്ന് നോക്കിയാൽ, ഉദാഹരണത്തിന് 1 കിലോമീറ്റർ വലിയ യൂണിറ്റ് ആണ് അല്ലേ. എനിക്ക് 1 കിലോമീറ്ററിനെ
മീറ്ററിലേക്ക് മാറ്റണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മീറ്റർ ആണെന്ന് പറഞ്ഞു. ഇത് എങ്ങനെ മാറി? അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം ഈ ഒരു സാധനം എഴുതി വയ്ക്കുക. എഴുതിയിട്ട് ഈ കിലോമീറ്റർ മീറ്റർ എവിടെ കിടക്കണേന്ന് നോക്കാം. കിലോമീറ്റർ ഇവിടെ കിടക്കുന്നു, മീറ്റർ ഇവിടെ കിടക്കുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള സംഖ്യ ഏതാ? 1000 അല്ലേ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യം എന്താ? വലിയ യൂണിറ്റിനെ ചെറുതിലേക്ക് മാറ്റണമെങ്കിൽ ഗുണിക്കണം അല്ലെ, മൾട്ടിപ്ലൈ ചെയ്യണം. ഏതിനെ ഗുണിക്കണം? നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന 1 കിലോമീറ്റർ, അപ്പൊ ഒന്നിനെ വേണം ഗുണിക്കാൻ. അപ്പൊ ഒന്നിനെ വേണം ഗുണിക്കാൻ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം? അപ്പൊ കിലോമീറ്ററിന്റെ മീറ്ററിന്റെ ഇടയിൽ കിടക്കുന്ന സംഖ്യ ഒന്ന് നോക്കി, 1000 അല്ലേ. അപ്പൊ 1000 കൊണ്ട് ഗുണിക്കണം. അപ്പോഴാണ് മക്കളെ നമുക്ക് എത്ര കിട്ടണേ? 1000 എന്ന് കിട്ടുന്നത്, 1000 മീറ്റർ എന്ന് കിട്ടുന്നത്. ഓക്കെ. ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. കാരണം ഇവിടെയും നമുക്ക് കിലോമീറ്ററിനെ മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ദേ കിടക്കുന്നു കിലോമീറ്റർ, ദേ കിടക്കുന്നു മീറ്റർ. വലിയ യൂണിറ്റിനെ ചെറുതിലേക്കാണ് മാറ്റേണ്ടത്. വലുതിനെ ചെറുതിലേക്ക് മാറണമെങ്കിൽ ഗുണിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഗുണിക്കേണ്ട സാധനം 5 അല്ലേ. 5നെ 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 5000 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്ര സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. എങ്ങനെ കിട്ടി? ഒരു മീറ്റർ ദേ ഇവിടെ കിടക്കുന്നു, സെന്റിമീറ്റർ ഇവിടെ കിടക്കുന്നു. മീറ്ററിന്റെ സെന്റിമീറ്ററിന്റെ ഇടയിൽ കിടക്കുന്നത് 100 ആണ്. അപ്പൊ 100 ആണ് നമുക്ക് എടുക്കേണ്ട സംഖ്യ അല്ലെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ അവിടെ വലിയ യൂണിറ്റിനെ ചെറുതിലേക്ക് മാറ്റണേ ഗുണിക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പോഴും ഗുണിക്കണം. അപ്പൊ 1നെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 100 സെന്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്തത് ഒരെണ്ണം കൂടി നമുക്ക് ചെയ്ത് നോക്കിയാലോ. അങ്ങനെയാണെങ്കിൽ ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? നിങ്ങൾക്കറിയാം, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം 10 മില്ലിമീറ്റർ ആണെന്ന് അറിയാം. അതെങ്ങനെ കിട്ടി? ദേ കിടക്കുന്ന സെന്റിമീറ്റർ, ദേ കിടക്കുന്ന മില്ലിമീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് വലിയ യൂണിറ്റിനെ ചെറുതിലേക്ക് മാറ്റേണ്ടത്. അപ്പോഴും ഇവിടെ ഗുണിക്കുക ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഗുണിക്കേണ്ട സാധനം ഒന്നിനെയാണ്. എത്ര കൊണ്ട് ഗുണിക്കണം? സെന്റിമീറ്ററിന്റെ മില്ലിമീറ്ററിന്റെ ഇടയിൽ കിടക്കുന്ന സംഖ്യ നോക്കാം, 10 അല്ലേ. അപ്പൊ 10 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ആൻസർ എന്ത് വരും? 10 മില്ലിമീറ്റർ എന്ന് വരും. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിപ്പോ ഞാൻ ഒറ്റ കാര്യം നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ, വലിയ യൂണിറ്റുകളെ ചെറുതിലേക്ക് മാറ്റുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടി സാറേ ഒന്ന് കാണിക്കാം നമുക്കത്. വലിയ യൂണിറ്റുകളെ ചെറുതിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. തൊട്ട് താഴെ വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്, കൺഫ്യൂഷൻ വരരുത്. ഇനി നേരെ തിരിച്ചാ, ചെറിയ യൂണിറ്റിനെ വലുതിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ ഹരിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഒന്ന് നോക്കിയാൽ ചെറുതിനെ വലുതിലേക്ക്. ഇതേ ഫസ്റ്റത്തെ പ്രോബ്ലം തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ ഞാൻ 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചൊന്ന് എടുക്കാൻ പോവാ. 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണ്? ഇതാണ് കേട്ടോ. 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ? ഒന്ന് നോക്കി. ഇവിടെ ഞാൻ മീറ്ററിനെ കിലോമീറ്ററിലേക്കാണ് മാറ്റണേ. എന്ന് പറഞ്ഞാൽ ചെറിയ യൂണിറ്റിനെ വലുതിലേക്കാണ് മാറ്റണേ. അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ചെറുതിനെ വലുതിലേക്കാണ് മാറ്റണമെങ്കിൽ ഹരിക്കുകയാണ് വേണ്ടത്, ഡിവൈഡ് ചെയ്യാൻ വേണ്ടത്. ഹരിക്കേണ്ടത് 1000നെയാണ്. എത്ര കൊണ്ട് ഹരിക്കണം? അപ്പൊ നോക്കാം. ഇവിടെ മീറ്ററോടെ കിലോമീറ്ററോ അല്ല. ഇവിടെ നോക്കാം. മീറ്റർ ദേ കിടക്കുന്നു, കിലോമീറ്റർ ദേ കിടക്കുന്നു. ഇതിന്റെ ഇടയിൽ കിടക്കുന്ന സംഖ്യ 1000 അല്ല. അപ്പൊ 1000 കൊണ്ട് ഹരിക്കണം. കണ്ടോ? 1000/1000 എന്ത് വരും? 1 കിലോമീറ്റർ എന്ന് വരും. സിമ്പിൾ ആയിട്ട് കിട്ടാം. ഇനി ഇത് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ 1 മീറ്ററും സെന്റിമീറ്ററും നിങ്ങൾക്കറിയാം, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ് അല്ലെ. ഞാൻ തിരിച്ചെടുക്കുകയാണ്. 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? എനിക്കൊന്ന് കൺവേർട്ട് ചെയ്ത് കിട്ടണം. 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? എങ്ങനെ ചെയ്യും നമ്മൾ? ഇവിടെ 100 ഉണ്ട്, ഇവിടെ സെന്റിമീറ്റർ ആണ്, ഇവിടെ മീറ്റർ ഉണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ചെറിയ യൂണിറ്റിനെ നേരെ തിരിച്ച് വലുതിലേക്കാണ് മാറ്റണേ. ചെറിയ യൂണിറ്റിനെ വലുതിലേക്ക് മാറ്റും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ഹരിക്കണം. എത്രേനെ ഹരിക്കണ്ടേ? 100നെ വേണം ഹരിക്കാൻ. എത്ര കൊണ്ട് ഹരിക്കണം? സെന്റിമീറ്ററിന്റെ മീറ്ററിന്റെ ഇടയിൽ കിടക്കുന്ന സംഖ്യ നോക്കിയാൽ സെന്റിമീറ്റർ, മീറ്ററുടെ ഇടയിൽ കിടക്കുന്ന 100 അല്ല. അപ്പൊ 100 കൊണ്ട് ഹരിക്കണം. ആൻസർ എന്ത് വരും? 1 മീറ്റർ എന്ന് വരും. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ആ രണ്ട് എന്താ പറയണ്ടേ, നിയമങ്ങൾ അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം. ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിക്കുകയും വേണം. താഴെ 2 നിയമങ്ങൾ പഠിക്കണം. ഏതാണ് ആ നിയമങ്ങൾ? വലിയ യൂണിറ്റിനെ മലയാളത്തിൽ തന്നെ പഠിച്ചു വെച്ചോ. ഇംഗ്ലീഷ് മീഡിയംകാരാണെങ്കിലും വലിയ യൂണിറ്റിനെ ചെറിയ യൂണിറ്റിലേക്കാണ് മാറണമെങ്കിൽ ഗുണിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ട് ഗുണിക്കണം എന്നുള്ളത് ഇവിടെ നോക്കണം. ചെറിയ യൂണിറ്റിനെ വലുതിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യുകയും വേണം, ഹരിക്കുകയും വേണം. ഓക്കെ ആയെന്ന് കരുതുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ലെങ്ത് എന്നുള്ള ടോപ്പിക്കിന്റെ സെക്ഷൻ. ഈ യൂണിറ്റ് കൺവേർഷൻസ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കുകയും വേണം. ഓക്കെ.